നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരിഗണനയുടെ കാര്യം വരുമ്പോ ഞാൻ എല്ലാവർക്കും പിന്നിലായി പോകും. 10 മാസം ചുമന്ന് എന്നെ പെറ്റു വളർത്തിയ ഒരമ്മ എനിക്കുണ്ട്. വന്ദനയുടെ കല്യാണത്തിന് ആരും എന്റെ അമ്മയെ പോയി ക്ഷണിച്ചിട്ടില്ല. ഇപ്പോ വർഷയുടെ കല്യാണത്തിനോ അതേ അവസ്ഥ തന്നെ. എന്റെ അമ്മ അടുക്കളക്കാരിയല്ലേ. കാശ് കൊടുക്കാതെ അടുക്കളപ്പണി ചെയ്യാനെങ്കിലും എന്റെ അമ്മയെ വിളിക്കായിരുന്നില്ലേ? ഇളയ മരുമകളായ ഹരിതയുടെ അച്ഛനമ്മയും ക്ഷണിക്കാൻ ആരും മറന്നില്ലല്ലോ. ഹരിതയുടെ അച്ഛന് വരന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള പദവിയും കൊടുത്തിരിക്കുന്നു. കല്യാണ പെണ്ണിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു നിലവിളക്ക് പിടിക്കാനുള്ള അവകാശമെങ്കിലും എന്റെ അമ്മയ്ക്ക് കൊടുക്കാറുന്നില്ലേ? വേണ്ട, ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വരണ്ട. ഏട്ടത്തിയുടെ തലയില് കൈവച്ച് ധാരാണെന്നൊന്ന് നോക്ക്. അമ്മേ, മോളെ, അമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മ എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്നിട്ടെന്താ വന്ദന എന്നോട് പറയാതിരുന്നത്? ഏട്ടത്തിയുടെ കണ്ണീരും കുറ്റപ്പെടുത്തലും സങ്കടങ്ങളും എല്ലാം അങ്ങ് പുറത്തു വന്നിട്ട് അറിയിക്കാന്ന് കരുതി. മാധവേട്ടനും ചന്ദ്രികയും കൂടി വളരെ നേരത്തെ വന്ന് എന്നെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വന്ദനയുടെ കല്യാണത്തിനും അവരെന്നെ മുൻകൂട്ടി ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ആ സ്ത്രീ എന്നെ കല്യാണത്തിന് വരാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാ വരാതിരുന്നത്. അല്ലാതെ അവർ ക്ഷണിക്കാഞ്ഞിട്ടല്ല മോളെ. മോളെ, നീ കരുതുന്ന പോലെ ഞാൻ വെറുമൊരു അടുക്കളപ്പണിക്കാരിയാണെന്ന പുച്ഛമോ അവഗണനയോ മാധവേട്ടന്റെയോ ചന്ദ്രികയുടെയോ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മൂത്ത മരുമോളുടെ അമ്മയാണെന്നുള്ള സ്നേഹവും അംഗീകാരവും ഒക്കെ വേണ്ടുവോളം അവരെനിക്ക് തന്നിട്ടുണ്ട് മോളെ. ഞാൻ എല്ലാരെയും വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. വല്ലാത്ത കഷ്ടമായി പോയി. ഏട്ടത്തി, ഇനി ഏട്ടത്തിയുടെ അമ്മയെ നിറദീപവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അമ്മായിയായിട്ട് കാണണോ, അതിനേക്കാളും വലിയ സ്ഥാനം നൽകണോ എന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.